ഹായ് ഹലോ നമസ്കാരം. ഞാൻ അജേഷ്. മൈൻഡ്ലൂം ഇൻഷുറൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറച്ച് പേരൊക്കെ നമുക്ക് വാട്സപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോളിസികളെ കുറിച്ചിട്ടും നമ്മുടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പോളിസികളെ കുറിച്ചും പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്ന് ഇവിടെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ പരിശോധിക്കുന്ന ഇൻഷുറൻസ് ഇന്ന് നിവാബൂപ്പ എന്ന കമ്പനിയുടെ ഇൻഷുറൻസ് ആണ്. നിവാബൂപ്പ റീഅഷ്യൂർ 2.0. അതിൽ പ്ലാറ്റിനം പ്ലസും ഉണ്ട്, ഡയമണ്ട് പ്ലസും ഉണ്ട്. രണ്ട് ഇൻഷുറൻസുകളുണ്ട്. ഈ രണ്ട് ഇൻഷുറൻസുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നിവിടെ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് ആ ഒരു ഇൻഷുറൻസുകൾ ഉപകാരപ്പെടുമോ, നമ്മളത് എടുക്കേണ്ടതുണ്ടോ, എങ്ങനെയാണ് ആ കമ്പനി പ്രവർത്തിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ രണ്ട് ഇൻഷുറൻസിനെ കുറിച്ചുള്ളതും നമ്മൾ വിശദമാക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ നമ്മുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം. കാണുന്നുണ്ടാവും. നമ്മൾ ചെക്ക് ചെയ്യുന്നത് റീഅഷ്യൂർ 2.0 ആണ്. നിവാബൂപ്പയുടെ റീഅഷ്യൂർ 2.0. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവർ പ്രധാനമായിട്ടും ഉയർത്തി കാണിക്കുന്നത് അവരുടെ ലോക്ക് ദ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യം തന്നെയാണ്. കാരണം മറ്റു പോളിസികളിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ലോക്ക് ദ ക്ലോക്ക്. ലോക്ക് ദ ക്ലോക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രായത്തിൽ പോളിസി എടുത്തു, ഏത് പ്രായമാവട്ടെ, ഏത് പ്രായത്തിലും നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മൾ ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും മെഡിക്കൽ ഇൻഫ്ലേഷൻ കാരണം നമ്മുടെ പ്രീമിയം ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു ലോക്ക് ദ ക്ലോക്ക് സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നിവകുപ്പ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോളിസി എമൗണ്ട് ചേഞ്ച് ആവില്ല. എപ്പോൾ നമുക്ക് ക്ലെയിം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു 20-ആം വയസ്സിൽ പോളിസി എടുത്തു, ഒരു 10,000 രൂപയ്ക്കാണ് പോളിസി എടുത്തുന്നുണ്ടെങ്കിൽ, നമുക്കൊരു 50-ആം വയസ്സ് വരെ നമുക്ക് ക്ലെയിം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര മെഡിക്കൽ ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രീമിയം ചേഞ്ച് ആവില്ല. എപ്പോഴാണോ നമ്മുടെ ഫസ്റ്റ് ക്ലെയിം വരുന്നത് അതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രീമിയം ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ റീഅഷ്യൂർ ഫോർ എവർ, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസി, ആ 5 ലക്ഷത്തിൻ്റെ പോളിസി നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്ത് 5 ലക്ഷം മുഴുവൻ തീർന്നുപോയി. അടുത്ത തവണ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ എമൗണ്ട് ഒന്നും അവിടെ ഉണ്ടാവില്ല. കാരണം 5 ലക്ഷത്തിന് നമ്മൾ പോളിസി എടുത്തിട്ടുള്ളത്. ആ 5 ലക്ഷം നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് അറ്റ് എ ടൈമിൽ വന്ന സമയത്തോ നമ്മൾ തീർന്നുപോയി. അപ്പം അവിടെയാണ് നമുക്ക് റീഅഷ്യൂർ ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഗുണം വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അൺലിമിറ്റഡ് ടൈംസ് ആണ് അവർ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരിക. അതായത് 5 ലക്ഷത്തിൻ്റെ പോളിസി നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 5 ലക്ഷം അതേ വർഷം തന്നെ വീണ്ടും അതിൽ റീസ്റ്റോർ ആവും. അടുത്ത ഹോസ്പിറ്റൽ കേസിൽ നിങ്ങൾക്ക് 5 ലക്ഷം കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര തവണയാണോ, നിങ്ങൾ 10, 100, 1000 തവണ ഹോസ്പിറ്റലൈസ്ഡ് ആയാലും നിങ്ങൾക്ക് ആ 5 ലക്ഷം ഇങ്ങനെ റീഫില്ലായിട്ട് അൺലിമിറ്റഡ് ടൈമിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും അടുത്ത പ്രത്യേകത. പിന്നെ നമുക്ക് ബൂസ്റ്റർ പ്ലസ് ഒക്കെ എന്താണെന്നുള്ളത് താഴെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ടും 2 വേരിയൻ്റ് ആണ് ഈ ഇൻഷുറൻസിനകത്തുള്ളത്. പ്ലാറ്റിനം പ്ലസ്, അതുപോലെ തന്നെ ടൈറ്റാനിയം പ്ലസ്. ഇതിൽ ബേസ് സം അഷ്യൂർഡ് എന്ന് പറയുന്നത് 5 ലക്ഷം മുതൽ നമുക്ക് 1 കോടി വരെ എടുക്കാൻ വേണ്ടി പറ്റും. അതായത് 5 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കാം, 10 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കാം, 15 ലക്ഷത്തിന് എടുക്കാം, 20-ൻ്റെ എടുക്കാം, 25-ന് എടുക്കാം. 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് 50 ലക്ഷത്തിൻ്റെ കവറേജിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് 1 കോടിയുടെ. പ്ലാറ്റിനം പ്ലസിലും ടൈറ്റാനിയം പ്ലസിലും ഈ ഒരു രീതിയിലാണ് കവറേജ് വരുന്നത്. പിന്നെ നമുക്ക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഈ 2 പോളിസികളുടെയും ബെനിഫിറ്റ്സ് എന്താണെന്ന് കാര്യം നോക്കി നോക്കാം. നമുക്ക് ആയുഷ്, അതായത് നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ എത്രയാണോ നിങ്ങളെ സം അഷ്യൂർഡ്, അതായത് നിങ്ങളെ പോളിസി എമൗണ്ട്, അത് മുഴുവനായിട്ട് ഇതിനകത്ത് കവർ ചെയ്യും. നിങ്ങൾക്ക് നമ്മുടെ അലോപ്പതി മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ കവർ ചെയ്യുന്നത് അലോപ്പതി മാത്രമല്ല, നമ്മുടെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും ഉൾപ്പെടുന്നുണ്ട്. അതായത് സം അഷ്യൂർഡ് എത്രയാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് അത്രയും തന്നെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതിന് ലിമിറ്റോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഇവിടെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ.
എന്താണ് ഈ പ്രീ ഹോസ്പിറ്റലൈസേഷൻ? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ആവുന്നതിൻ്റെ 60 ദിവസം മുമ്പേ, അതായത് 2 മാസം മുമ്പേ നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ പോയിട്ട് ആരും ഹോസ്പിറ്റലൈസ്ഡ് ആവില്ലല്ലോ. അതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും, മറ്റനുബന്ധ ട്രീറ്റ്മെൻറ്റുകൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ടാവുക. അത് ഇതിൽ കവർ ചെയ്യും. നമ്മൾ അഡ്മിറ്റ് ആവുന്നതിൻ്റെ 60 ദിവസം മുമ്പുള്ള എല്ലാ ചിലവുകളും നമ്മൾ കമ്പനി കവർ ചെയ്യുന്നതായിരിക്കും. അതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ. അതേപോലെ തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ടാവും? ചിലവുകൾ ഉണ്ടാവും. ആ ചിലവുകളും നമുക്ക് കമ്പനി കവർ ചെയ്യുന്നതായിരിക്കും. മെഡിസിന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് കമ്പനി കവർ ചെയ്യുന്നതായിരിക്കും. ഈ പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ലിമിറ്റ് ഇല്ല. ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സം ഇഷ്യൂർഡ് എത്രയാണോ, 5 ലക്ഷത്തിൻ്റെ പോളിസിയാണോ എങ്കിൽ 5 ലക്ഷം വരെ കവർ ചെയ്യും, 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം വരെ കവർ ചെയ്യും. അങ്ങനെ എത്രയാണോ നിങ്ങൾ സം ഇഷ്യൂർഡ് എടുത്തിട്ടുള്ളത്, അതാണ് നമ്മുടെ ലിമിറ്റ് വരുന്നതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മോഡേൺ ട്രീറ്റ്മെൻറ്റ് നമുക്ക് മുഴുവൻ തുകയും നമുക്ക് കിട്ടും നമ്മുടെ സം ഇഷ്യൂർഡിൻ്റെ. പക്ഷെ അതിലൊരു സബ് ലിമിറ്റ് ഉണ്ട്. ചില റോബോട്ടിക് സർജറിക്ക് അവിടെ 1 lakh വരെ ഈ 2 പോളിസികളിലും കവർ ചെയ്യുള്ളൂ. പ്ലാറ്റിനം പ്ലസ് ആണെങ്കിലും ടൈറ്റാനിയം പ്ലസ് ആണെങ്കിലും ചില റോബോട്ടിക് സർജറിക്ക് മാത്രം 1 ലക്ഷം വരെ മാത്രമേ പ്രീമിയം കിട്ടുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ 1 കോടിയുടെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ലിമിറ്റ് ഉണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എത്രയാണെങ്കിലും ഈ ഒരു മോഡേൺ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ലിമിറ്റ് ഉണ്ട്. അത് എല്ലാ റോബോട്ടിക് സർജറിക്കും ഇല്ല, ചില റോബോട്ടിക് സർജറീസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഹോസ്പിറ്റലായിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം ഈ ഒരു കാര്യം എടുക്കേണ്ടതാണ്. അടുത്ത് നമുക്ക് ആംബുലൻസ് സർവീസ്. നമുക്ക് ആംബുലൻസ് സർവീസിൽ പോകുന്ന സമയത്ത് റോഡ് ആംബുലൻസിന് നിങ്ങൾ കവർ ചെയ്യുന്നത് എത്രയാണോ നിങ്ങളുടെ സം ഇഷ്യൂർഡ്, അത്ര തന്നെയാണ് നിങ്ങളുടെ റോഡ് ആംബുലൻസ് ചിലവായിട്ട് കണക്കാക്കുന്നത്. അതായത് നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് ആംബുലൻസ് ബൈ റോഡ് പോവാണ്, നിങ്ങൾക്ക് അവിടെ കവർ ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രീമിയത്തിൻ്റെ അത്രയും തന്നെ എമൗണ്ട് കവർ ചെയ്യും. ഇനി അതല്ല, ബൈ റോഡ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾ എയർ ആംബുലൻസ് വിളിക്കണം. ആ എയർ ആംബുലൻസ് പെർ ഹോസ്പിറ്റലൈസേഷനാണ് ചാർജ് ചെയ്യുന്നത്. 2.5 ലക്ഷം രൂപ നമുക്ക് എയർ ആംബുലൻസിൻ്റെ ചാർജായിട്ട് കിട്ടും. ഒരു ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് നമുക്ക് 2.5 ലക്ഷം രൂപയാണ് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹോം കെയർ ഉണ്ടാവും. അതായത് എല്ലാ സമയവും നമുക്ക് ചിലപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരില്ല. നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലൈസ്ഡ് വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കും. ഇപ്പം കോവിഡൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോഴും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരില്ല. ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോഴും അതും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സം ഇഷ്യൂർഡാണ് അതിൻ്റെയും ലിമിറ്റ് വരുന്നത്. പിന്നെ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അവയവ മാറ്റ ശസ്ത്രക്രിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനും ലിമിറ്റ് വരുന്നത് മാക്സിമം ആണ്. നിങ്ങളുടെ സം ഇഷ്യൂർഡ് എത്രയാണോ അത്ര തന്നെയാണ് അതിൻ്റെ ലിമിറ്റായിട്ട് വരുന്നത്. അപ്പോൾ അതും നല്ലൊരു ബെനിഫിറ്റാണ് നമുക്ക് വരുന്നത്. അതുപോലെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് വരുന്നുണ്ട്. ഈ ആനുവൽ ഹെൽത്ത് ചെക്കപ്പിനകത്തും നമ്മുടെ എല്ലാവർക്കും, ഇൻഷുറൻസുള്ള എല്ലാവർക്കും ഡേ 1 മുതൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഓൺ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണ്ടി എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഇതിലും ഒരു ചെറിയ ലിമിറ്റല്ല, അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വലാണ് പോളിസി എടുത്തതെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ വരെയുള്ള ഹെൽത്ത് ചെക്കപ്പാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടാവും. അതിന് ഡൗട്ട് വേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ നിയോപ്പയുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങളെ ഹെൽത്ത് ചെക്കപ്പിന് അവർ ഓരോന്നായിട്ട് സ്ലാബ് ഉണ്ടാവും, അവർ കാറ്റഗറി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് വേണം സെലക്ട് ചെയ്യാം. ഫുൾ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നമ്മുടെ ഡീറ്റെയിൽ ചെക്കപ്പിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ പ്രീമിയം ഒന്നും അടയ്ക്കേണ്ടി വരില്ല. നിങ്ങൾ അതിൽ ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള മാത്രമേ വരുള്ളൂ. അതിലേത് സെലക്ട് ചെയ്താലും പ്രീമിയം അടയ്ക്കേണ്ടി വരില്ല. ഇനി ഫാമിലി ഫ്ലോട്ടറിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് 10,000 ആയിരിക്കും പെർ പോളിസിയിൽ ഉണ്ടാവുക. 4 പേരുള്ള പോളിസി ആണെങ്കിൽ 2500 രൂപ വരുന്ന ഹെൽത്ത് ചെക്കപ്പ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ. അതുപോലെ റീഅഷ്യൂർ പ്ലസ് ആണ്. ഈ പ്ലസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അൺലിമിറ്റഡ് ആണ് റീസ്റ്റോറേഷൻ. അതായത് നിങ്ങളെ ബേസ്
സം ഇഷ്യൂർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ സമയത്ത് 5 ലക്ഷം കഴിഞ്ഞു. അപ്പോൾ അടുത്ത തവണ ഹോസ്പിറ്റലിൽ സമയത്തും നിങ്ങൾക്കത് വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെടും ആ 5 ലക്ഷം. അങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് സമയങ്ങളിലേക്ക് റീസ്റ്റോറേഷൻ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ വേറെ ഒന്ന് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഏത് പ്രീമിയം ലോക്ക് ദ ക്ലോക്ക് പറഞ്ഞല്ലോ, എൻട്രേജിൽ എത്രയാണോ കയറിയിട്ടുള്ളത്, അപ്പോൾ നിങ്ങളെ ലോക്ക് ദ ക്ലോക്ക് സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ പ്രീമിയം ചേഞ്ച് ആവില്ല ക്ലെയിം വരുന്നവരെ. ആ ഒരു സൗകര്യം കൂടുതലുള്ളതുകൊണ്ട് ബെസ്റ്റ് പോളിസികളിൽ ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്തതാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന മറ്റൊന്ന്, ഈ ബൂസ്റ്റർ പ്ലസ് എന്ന് പറയുന്നത്. ഈ ബൂസ്റ്റർ പ്ലസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മൾ ആദ്യ വർഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു. ആ 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തത് പ്ലാറ്റിനം പ്ലസ്സിലാണ് നമ്മൾ 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിരിക്കുക. നമുക്ക് അടുത്ത 5 വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷം ഒന്നും നമുക്ക് എന്ത് വന്നില്ല, ക്ലെയിം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് 5 ഇരട്ടിയായിട്ട് മാറും നമ്മുടെ സം അഷ്യൂർഡ്. അതായത് നിങ്ങളിപ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസി ആദ്യ വർഷത്തിലെടുത്തു, നിങ്ങൾക്ക് അടുത്ത വർഷം ക്ലെയിം വന്നില്ല, അപ്പം നിങ്ങളുടെ പ്രീമിയം ചേഞ്ച് ആവില്ല. കാരണം എന്താ, നിങ്ങൾ ലോക്ക് ദ ക്ലോക്ക് സംവിധാനം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിലങ്ങനെ സംവിധാനമുണ്ട്. പക്ഷേ നിങ്ങളുടെ സം അഷ്യൂർഡ് തുക 20 ലക്ഷവും അടുത്ത തവണ. അങ്ങനെ നിങ്ങൾ 5 ഇരട്ടി വരെ ഈ എമൗണ്ട് എത്തും ക്ലെയിം ഇല്ല എന്നുണ്ടെങ്കിൽ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ പ്രീമിയം അപ്പോഴും മാറുന്നില്ല. 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ, പ്ലാറ്റിനം പ്ലസ് ആണെങ്കിൽ 50 ലക്ഷത്തിൻ്റെ കവറേജ് 5 വർഷം കൊണ്ടാവും. ഇനി അത് ടൈറ്റാനിയം പ്ലസ് ആണ് നിങ്ങൾ എടുത്തതെങ്കിലോ മാക്സിമം 10 ഇരട്ടി വരെയാണ് പോവുക. അതായത് ഓരോ വർഷവും ഓരോ ഇരട്ടി 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 വെച്ചിട്ട് പോകും. അങ്ങനെ 10 വർഷം കൊണ്ട് 1 കോടിയുടെ കവറേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇതിനകത്തുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ക്ലെയിം ഇല്ലെങ്കിൽ എമൗണ്ട് മാറുന്നില്ല, നമ്മുടെ പ്രീമിയം എമൗണ്ട് മാറുന്നില്ല. പകരം നമുക്ക് ഏറ്റവും ഹയർ ആയിട്ടുള്ള എന്ത് കിട്ടുക, സം അഷ്യൂർഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്കൗണ്ട് പ്രീമിയം ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നമ്മൾ റിന്യൂവൽ ടൈമിലേക്ക് അവർ പറയും പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹെൽത്തൊക്കെ പ്രോപ്പറായിട്ട് ഇത്ര സ്റ്റെപ്പ് നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അവർക്കൊരു ടാർഗറ്റ് നമുക്ക് കമ്പനി അസൈൻ ചെയ്ത് തരും. ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 30% വരെ നമുക്ക് റിന്യൂവൽ ഡിസ്കൗണ്ടും വകുപ്പ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കൺസൾട്ടേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റും നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ആയിട്ട്. പിന്നെ നമുക്ക് ഓപ്ഷണൽ ബെനിഫിറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഓപ്ഷണൽ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ നമുക്ക് ഈ പോളിസിയിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഹോസ്പിറ്റൽ ക്യാഷ് ആണ്. നമ്മുടെ സം അഷ്യൂർഡ് 5 ലക്ഷം ആണെങ്കിൽ 1000 രൂപ നമുക്ക് ഈ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലൈസ് ആവുന്ന സമയത്ത് ഒരു തുക കമ്പനി തരും. നമ്മുടെ ബാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ആയിരിക്കും അത് വരുന്നത്. നമുക്ക് അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് 5 ലക്ഷം വരെയാണെങ്കിൽ നമുക്ക് 1000 രൂപ പെർ ഡേ എന്നുള്ള കണക്കിലേക്കും വരുന്നുണ്ടാവുക. 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം സം അഷ്യൂർഡ് ആണ് വരുന്നതെങ്കിൽ 2000 രൂപയായിരിക്കും പെർ ഡേ ഉണ്ടാവുക. 15 ലക്ഷത്തിന് എമൗണ്ടിൽ കൂടുതലാണ് നമ്മുടെ ബേസ് സം അഷ്യൂർഡ് എന്നുണ്ടെങ്കിൽ 4000 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ ക്യാഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ആയിട്ട് ഇത് ചേർക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു സംവിധാനം കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ പേഴ്സണൽ ആക്സിഡന്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. 5 ടൈംസ് ആയിരിക്കും നിങ്ങളുടെ സം അഷ്യൂർഡിന്റെ 5 ഇരട്ടി ആയിരിക്കും അത് വരുന്നുണ്ടാവുക. മാക്സിമം വരുന്നത് 1 CR ആണ്, 1 കോടി വരെയാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുക. അതുപോലെ സേഫ് ഗാർഡും ഉണ്ട്, സേഫ് ഗാർഡ് പ്ലസ്സും ഉണ്ട് ഇതിനകത്ത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസുകളിൽ നോൺ പേയബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഈ നോൺ പേയബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, സേഫ് ഗാർഡാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അനക്സ്റ്റർ 1 പ്രകാരമുള്ള നോൺ പേയബിൾ ഐറ്റംസ് ആണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ സേഫ് ഗാർഡ് പ്ലസ് ആണെങ്കിലോ അനക്സ്റ്റർ 1, 2, 3, 4 ഇത് 4ഉം കവർ ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇതിനകത്ത് കവർ ചെയ്യപ്പെടാത്ത 4 കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ സേഫ് ഗാർഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കരുത്, അതിലപ്പോഴും ഹോസ്പിറ്റൽ ബില്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സേഫ് ഗാർഡ് പ്ലസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് വരില്ല, വേറെ അഡീഷണൽ കോസ്റ്റ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ്, ഒന്ന് ഇവർക്ക് 24 hours കസ്റ്റമർ സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം നിലവിൽ അവർ കവർ ചെയ്തിട്ടുള്ളത്
7 മില്യൺ പ്ലസ് ആളുകളാണ്. അതായത് ഏകദേശം 70 ലക്ഷത്തിന് മുകളിൽ നിപ പോളിസി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യയിൽ 10,000-ത്തിനടുത്ത്, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 9,600 കൂടുതൽ ഹോസ്പിറ്റൽസ് ഉണ്ട്. പിന്നെ 30 മിനിറ്റിലാണ് അവരെ ക്യാഷ്ലെസ് ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നത് അവർ. അപ്പോൾ അതും നമുക്കൊരു എന്താ പറയുക, ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഫാസ്റ്റായിട്ട് അവരുടെ ക്യാഷ്ലെസ് ക്ലെയിം നടത്തുന്നുണ്ട് അവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പോളിസിയെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്മളെ വാട്സപ്പ് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പോളിസി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആണെങ്കിൽ ഈ ഒരു പോളിസി നിങ്ങളെല്ലാവരും, ഈ ഒരു പോളിസി എന്നല്ല, ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് മെയിൻ. അപ്പോൾ ഇത്തരം നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പോളിസികൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നിങ്ങളെ ആവശ്യപ്പെട്ട പോലെ മറ്റ് കമ്പനികളുടെ പോളിസികളും നമ്മൾ ഇതേപോലെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കണ്ടതിന് താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.